ലാലേട്ടന് ഷേക്കൻ്റെ കൊടുത്തോ? എനിക്ക് ഉമ്മ പക്ഷേ ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് നമസ്കാരം. ടുഡേസ് റിയാദിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ഫ്ലവേഴ്സ് ചാനലിലൂടെ ടോപ്പ് സിംഗറിൽ എന്താ പറയുക, പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നമ്മുടെ കൊച്ചു മിടുക്കിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. താരാ രഞ്ജിത്താണ്. നമസ്കാരം മോളെ, സ്വാഗതം. മോള് ഇപ്പോൾ നമ്മളുടെ റിയാദിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് എത്തിയാണല്ലേ? എന്തുണ്ട് റിയാദിൽ വന്നിട്ട്, എന്താണ് വിശേഷങ്ങൾ? ഇഷ്ടപ്പെട്ടോ റിയാദ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെയാണ് മോളൊരു, എന്താണ് മോളെ ടോപ്പ് സിംഗർ ഒരു ജേണി എന്ന് പറയോ? എങ്ങനെയാണ് ടോപ്പ് സിംഗറിൽ ഞാനിപ്പോ ആദ്യം അവിടെ പോയത് അമ്മേന്റെ ഫ്രണ്ട് സൗമ്യന് കാരണമാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോ പിന്നെ ആദ്യമായിട്ട് ഞാൻ പാടിയ പാട്ട് മുക്കുറ്റി തിരുകാഴി ആ പാട്ടാണ്. എങ്ങനെയാണ് മോള് ടോപ്പ് സിംഗറിൽ ആദ്യത്തെ റൗണ്ടിലൊക്കെ പാടിയപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഫീൽ? എങ്ങനെയായിരുന്നു? ഞാനിപ്പോ ആദ്യത്തെ റൗണ്ടിലല്ല വന്നത്, പക്ഷെ നമ്മളെ ഓഡിഷൻ ഒക്കെ ഇല്ലേ, ഓഡിഷനിൽ ഞാൻ പങ്കെടുത്തില്ല. അത് നമ്മളെ ഗ്രൂമേഴ്സ് പറയുമ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ശ്യാം സാറ് വൈശാഖ് സാർ അവരവിടെ നമ്മള് ചോദിച്ചു സൗമ്യാക്കി. അപ്പോ അവര് ഇന്നത്തെ ഫ്ലവേഴ്സ് ചാനലില് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ, നമുക്ക് ആദ്യം ഒന്ന് പാട്ട് പഠിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ ഓഡിഷനിൽ പങ്കെടുക്കാതെ തന്നെ ഞാൻ ആദ്യം ഒന്ന് സ്റ്റേജിൽ പാടി നോക്കി. അപ്പം എന്നെ സെലക്ട് ആയി. മോൾ ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാണ് അവിടെ സ്റ്റേജിൽ ഓഡീഷനിൽ പാട്ട് പാടിയത്? ഏത് പാട്ട്? ഓഡിഷനിൽ ഞാൻ പോയി പാടിയില്ല. അപ്പം ഫസ്റ്റ് ആദ്യം നമ്മൾ ജഡ്ജസിന്റെ മുന്നിൽ പാടിയില്ലേ, ആ ഒരു പാട്ടിന്റെ ഒരു 4 പേര് പാടും. മുക്കുറ്റി തിരുതാളി കാടുമ്പടൻ പറിച്ചു കെട്ടിത്താ കെട്ടിത്താ തിത്താ മുക്കുറ്റി തിരുതാളി കാടുമ്പടൻ പറിച്ചു കെട്ടിത്താ. അപ്പോൾ മോള് ടോപ്പ് സിംഗറിൽ ഒരു ജേണി ഉണ്ടല്ലോ, മോള് എങ്ങനെ ഓഡീഷനിലെത്തി, അപ്പോൾ അതിൻ്റെ ഒരു ഒന്ന് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെയാണ് മോള് ടോപ്പ് സിംഗറിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്? എങ്ങനെയാണ്? ഞാൻ ആദ്യം ഓഡീഷനിൽ ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ ഓൺലൈനിലായിരുന്നു ചെയ്തത്. അപ്പോൾ പാട്ട് പാടിയത് ഒരു മുറിയിലെ സ്വരം മഗമപമാ. മോളാ പാട്ട് പാടി 4 മഗമപമാ പതന്തപാ നി സരി 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 സമഗണി സാരി സാ. എങ്ങനെയാണ് മോൾ ആ ഓഡീഷനിൽ കഴിഞ്ഞിട്ട് ഓരോ എപ്പിസോഡ് ഇങ്ങനെ പോകുമ്പോഴേ മോൾ ഓരോ പാട്ട് ഇങ്ങനെ പഠിച്ചല്ലേ പോകുന്നത്? എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അത് എൻ്റെ മ്യൂസിക് ടീച്ചറാണ്. അപ്പൊ അമ്മയാണ് ബാക്കിൽ ഫുൾ സപ്പോർട്ട്. അമ്മയാണ് പഠിപ്പിച്ച മക്കളെ പാട്ടൊക്കെ. അപ്പൊ ഓരോ പാട്ട് അമ്മയാണ് സെലക്ട് ചെയ്ത് തരുന്നത് അല്ലേ? സെലക്ട് ചെയ്ത് തരുന്നത് അങ്ങനെയല്ല, അവിടുത്തെ ഡയറക്ടർ അങ്കിളുടെ വിഷ്ണു മാമൻ. അപ്പം അങ്കിള് അയച്ചു കൊടുക്കും ഏതെല്ലാം നമുക്ക് രവീന്ദ്ര മാഷിന്റെ പാട്ട് വേണം എന്ന് പറയുമ്പോൾ രവീന്ദ്ര മാഷിന്റെ ഏതെങ്കിലും പാട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അതിലേതെങ്കിലും സെലക്ട് ആക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടും സെലക്ട് ചെയ്യും. ഇപ്പം മോളെ അച്ഛനും അമ്മയൊക്കെ ഇപ്പം എവിടെയാണ്? നമ്മൾ സൗദി അറേബ്യയിൽ എവിടെയാണ് താമസിക്കുന്നത്? സൗദി അറേബ്യ ഗസീമിലാണ്. അച്ഛൻ നാട്ടിലെവിടെയാണ്? നാട്ടിൽ കാഞ്ഞങ്ങാട്. മോളിപ്പോൾ എത്രയാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 2. എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ എങ്ങനെ സപ്പോർട്ടുണ്ട്? ഇതിൽ ടോപ്പ് സിംഗിലായിട്ട് വന്നതിന് ശേഷം മോള് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് കുട്ടികളൊക്കെ, ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്സൊക്കെ നല്ലത് തന്നെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. എങ്ങനെയാണ് മക്കളൊക്കെ ഇപ്പോൾ ടോപ്പ് സിംഗറിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ക്ലാസ്സൊക്കെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്? ക്ലാസ് ഞാൻ പഠിക്കാറില്ല. അമ്മ പഠിപ്പിച്ച് തരും, പക്ഷെ ഒരു ഓൺലൈൻ ക്ലാസ് സൗമ്യ മാം എന്ന് പറയുന്നത്. ടീച്ചറൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നോ ക്ലാസ് സ്കൂളിലൊക്കെ? എല്ലാ നോട്ടൊക്കെ എഴുതി തരാറുണ്ടോ? നോട്ട് അയച്ചു തരും. മോളിപ്പോൾ ടോപ്പ് സിംഗറിൽ കഴിഞ്ഞതിന് ശേഷം വേറെ ഏതെങ്കിലും ചാൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എവിടെയെങ്കിലൊക്കെ പാടാനോ? സിനിമയിൽ അങ്ങനെ പോലുള്ള സിനിമയില് ഇല്ല. ഞാനിപ്പോ ടോപ്പ് സിംഗറിൽ 2 ടൈപ്പ് 4ലും 5ലും ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നാട്ടിലെത്തി. പിന്നെ നാട്ടിൽ നിന്ന് ചെറിയ നമ്മളെ അടുത്തത്തെ കുറെ ആൾക്കാരൊക്കെ പാട്ടെല്ലാം പാടാൻ വിളിക്കും, അവിടെയൊക്കെ പോയി പാടും. പിന്നെ ആൽബങ്ങളൊക്കെ ഏതെങ്കിലും ചെയ്തിരുന്നു? ബാബു അന്നൂർ ചേട്ടായ ഒരു ആൽബത്തിൽ മോള് പാടിയിട്ടുണ്ടല്ലോ, ഏതാണ് ആ പാട്ട്?
പാടിയതല്ല, അഭിനയിച്ചതാണ്. അപ്പോൾ മോളെ, മോക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വരി പാട്ട് ഏതായിരിക്കും അങ്കിളോട് പാടുന്ന? അങ്കിൾക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടുന്നത്? ഇഷ്ടപ്പെട്ട ഒരു 4 വരി. കുരുക്കുത്തി കണ്ണുള്ള കുറുമ്പത്തി ചിരിക്കുമ്പോ, കുരുക്കുത്തി കണ്ണുള്ള കുറുമ്പത്തി ചിരിക്കും ചുവക്കുന്ന ചേമന്തി, തിരക്കിളി പള്ളക്കിലാലോളം വിടുന്നുണ്ണ വരുന്നവരാവോളം, കുരുക്കുത്തി കണ്ണുള്ള കുറുമ്പത്തി ചിരിക്കും ചുവക്കുന്ന ചേമന്തി. അടിപൊളി അടിപൊളി. മോക്ക് ഏത് പാട്ടിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മലയാളമാണോ തമിഴാണോ? മോക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് പാട്ട്? എനിക്ക് മലയാളവും തമിഴും ഇത്തിരി അറിയാം, പക്ഷെ തമിഴ് എനിക്ക് ഇത്തിരി അറിയില്ല. തമിഴ് എങ്ങനെയാണ് മക്കൾ പഠിച്ചിട്ടുണ്ടോ? തമിഴ് എത്ര പാട്ട് പഠിച്ചിട്ടുണ്ട്? തമിഴ് ഒരു 2 പാട്ട്. അതിൽ ഒരു 4 വരി പാടോ തമിഴ് പാട്ടില്? തിണ്ടർ വന്ന് തീണ്ടും പോത് എണ്ണ വണ്ണത് മനസ്സില്, തിങ്കൾ വന്ന് കായും പോത് എണ്ണ വണ്ണത് നനപ്പിള്, വന്ന് വന്ന് പോകുതമ്മാ എണ്ണമെല്ലാം വണ്ണമമ്മ, എണ്ണങ്ങളെ ഏത്തപ്പടി വണ്ണമെല്ലാം മാറുമമ്മ, உண்மையம்மா உலகனும் சொன்னே பொன்னம்ம சின்ன கண்ணே, என்ன வந்து தேடும் போது என்ன வண்ணமும் மனசுல, திங்கள் வந்து தாயும் போது என்ன வண்ணமும் நினைப்பில. അടിപൊളി. അപ്പോൾ മോക്ക് പിന്നെ തമിഴ് പാട്ടും ഇംഗ്ലീഷ് പാട്ടൊക്കെ അറിയാമല്ലേ? എല്ലാ ലാംഗ്വേജിലും പാട്ട് അറിയാമോ? എല്ലാ ലാംഗ്വേജും അറിയില്ല. എനിക്ക് ഈ ഇംഗ്ലീഷ് സോങ്സ് ഇപ്പോൾ ഞാൻ പൊതുവെ LKG പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചായിരുന്നൊക്കെ പഠിപ്പിക്കും മാം. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് പാടൂല്ലേ ചെറിയ അപ്പോൾ ഓരോ മത്സരത്തിനൊക്കെ. നമ്മുടെ MG സാറും മധു സാറൊക്കെ അങ്കിൾ കണ്ടായിരുന്നു, മോക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു, മോതിരമൊക്കെ. എന്താണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ? എങ്ങനെയായിരുന്നു അത്? ഞാൻ പ്രകാശ് നാളെ എന്ന് പറയുന്ന ഒരു പാട്ട് പാടുന്നു, അപ്പോ എനിക്ക് മോതിരം തന്നതാണ്. ആരൊക്കെയാണ് മോതിരം? എൻജെങ്കിലും മധുവെങ്കിലും. അത് എല്ലാവരും എന്താ നമ്മുടെ മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു പാട്ടായിരുന്നു മക്കൾ പാടിയത്. അതൊരു 4 വരി പാടോ? പ്രകാശം പ്രകാശനാളം ചുണ്ടിൽ മാത്രം മനസ്സിലാകെ മഹാകാലം. എനിക്കിതിപ്പോഴും ഓർമ്മയില്ല, അത് പണ്ട് 4th സീസണിൽ പാടിയതല്ലേ, അപ്പൊ എനിക്ക് ഓർമ്മ ഇല്ല. എങ്ങനെയാണ് നമ്മളെ MG സാറൊക്കെ എങ്ങനെയായിരുന്നു മോളെ? എങ്ങനെയായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പ്? എങ്ങനെയായിരുന്നു എല്ലാവരും? അവരെല്ലാം കാര്യങ്ങളൊക്കെ ഒരു പാട്ട് പാടുമ്പോഴും അതെല്ലാം പറഞ്ഞു തരുമായിരുന്നു, തെറ്റുകളൊക്കെ? അത് ഇപ്പോ ഞാൻ ലിറ്റിൽ ഏഞ്ചൽസ് പറയുമ്പോൾ കുട്ടികളെ അതിൽ മാർക്സ് ഒന്നുമില്ല, അതിൽ ഗോൾഡൻ സ്റ്റാർ വിടുവേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടസ്റ്റന്റ് പറയുമ്പോഴാണ് മാർക്കുള്ളത്. അപ്പോൾ ഞാൻ 4th സീസണിൽ ലിറ്റിൽ ഏഞ്ചൽസ് ആയിരുന്നു, പിന്നെ 5th സീസണിൽ ഞാൻ കണ്ടസ്റ്റന്റ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ എനിക്കിങ്ങനെ മാർക്ക് ഇങ്ങനെ പോയി പിന്നെ ഞാൻ ലാസ്റ്റ് എത്തിയില്ല, പക്ഷെ എന്നാലും ക്വാർട്ടർ ഫൈനൽ എത്തി, പിന്നെ സെമി ഫൈനൽ കഴിഞ്ഞിട്ട് ഫൈനൽ. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു സങ്കടം മാത്രം. എന്തായാലും നമ്മൾ വീണ്ടും അടുത്ത റൗണ്ട് പോകുമ്പോൾ നമ്മൾ എന്തായാലും വിൻ ചെയ്ത് തന്നെ വരുമല്ലേ? എങ്ങനെയാണ് മക്കളെ പാട്ടൊക്കെ പാടുമ്പോൾ കൂടെ ഉള്ള പാടുന്നവരില്ലേ, അവരെയൊക്കെ കണ്ട് പഠിക്കാറുണ്ടോ പാട്ടൊക്കെ? അവരൊക്കെ അവര് അങ്ങനെ പഠിക്കാറുണ്ട്, അവരെ കണ്ട് പഠിക്കുന്നത് കുറച്ച് ടഫാണ്. എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? അച്ഛനും അമ്മയും ഇപ്പോ ഞാനിപ്പോ ഒരു പാട്ടിപ്പോ കിട്ടി അവിടെ നിന്ന് സെലക്ട് ചെയ്ത് തന്ന ആ പാട്ട് പാടണം എന്ന് ആദ്യം നോക്കിയിട്ട് ആദ്യം അച്ഛനും അമ്മയുടെ മുന്നിൽ പാടി നോക്കി നമ്മള് പാടി നോക്കിയിട്ട് അത് വേണ്ട എന്ന് വെച്ചാ പിന്നെ ആ പാട്ട് വേണം വേറെ അയച്ചു തരും. അങ്ങനെയാണ്. അമ്മയാണ് ഫുള്ള് മോക്ക് വേണ്ടി ഫുള്ള് പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയൊക്കെ? അമ്മ അച്ഛന് ചെറുതായിട്ട് കവിത പാടും. നമ്മുടെ സുജാത ചേച്ചിയായിട്ട് മക്കൾക്ക് എന്തോ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നല്ലോ,
എങ്ങനെയായിരുന്നു ചേച്ചിയായിട്ടുള്ള ഒരു പറയോ? അത് എനിക്ക് കാറ്റിലിടണം കാറ്റിൽ എന്നുള്ളൊരു പാട്ട് പാടി തന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് പൈസ സാറിനും അത് ആ കഥ പോലെ തന്നെ ഇരിക്കണം തന്നെ. എങ്ങനെയാണ് സുജാത ചേച്ചിയായിട്ട് പിന്നെ പാട്ടൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ചേച്ചിയൊക്കെ ഒരുപാട് പാട്ടൊക്കെ അറിയാലോ, ഒരുപാട് പാട്ടൊക്കെ പാടി എക്സ്പീരിയൻസ് ആയ ഒരാളാണ്. അത് ലിറ്റിലേസ് ആവുമ്പോഴേ ഒന്നും പറഞ്ഞു തരത്തില്ല അവര്. അത് തന്നെ നല്ല സ്നേഹമായിരുന്നോ? നല്ല സ്നേഹം തന്നെ അവിടെ. അപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞൊന്നും തരത്തില്ല. അപ്പം നല്ലതായിരുന്നു പറഞ്ഞിട്ട് വിടും. അവൻ പറയുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെ. അല്ലാതെ നമുക്കൊരു പാട്ട് ഇപ്പൊ മക്കൾ പാടിയിട്ട് ആ പാട്ട് ഇങ്ങനെ കൊള്ളായിരുന്നു, അതൊരു അഭിപ്രായങ്ങളൊക്കെ പറയാമോ? അഭിപ്രായങ്ങളൊക്കെ പറയും. എന്താണ് നല്ല അഭിപ്രായങ്ങളാണോ? നല്ല ഇനി നല്ലപോലെ പാടണോ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പണ്ട് തന്നെ കുറെ എനിക്കൊരു എപ്പോഴും നമ്മൾ ഈ പാടുമ്പം എൻ്റെ ടോപ്പ് സിംഗറിലെ ലിറ്റിൽ ഏഞ്ചൽസ് സമയം ഞാൻ എപ്പോഴും എടുത്ത് പൊക്കുക എടുക്കായി നിൽക്കുക. ഒരു ദിവസം ഞാൻ ഹിന്ദി സാറിന്റെ മോളിൽ കൂടെ വീണുമ്പോ എടുത്തു. അപ്പൊ മക്കൾക്ക് ഭാഗ്യമാണ് കിട്ടിയാണ്. എം ജി സാറിന്റെയും സുധാ ചേച്ചിയുടെ അടുത്ത് പോയി ഉമ്മ കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. മക്കൾ വലുതാകുമ്പോഴേ മനസ്സിലാവും കേട്ടോ. ഇപ്പൊ മക്കള് അങ്കിൾ കണ്ടിട്ടുണ്ട്, സുരേഷ് അങ്കിളിലേക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ. അത് ഏത് പാട്ടാണ് പാടിയത്? ആ പാട്ട് എങ്ങനെയാണ് സുരേഷ് അങ്കിൾ ഇപ്പം പറഞ്ഞത്? അതിൽ വീഡിയോയിൽ കണ്ടത് നമ്മളെ ലാലേട്ടൻ്റെ വന്ന പ്രോഗ്രാമിൽ വന്ന ടൈമിൽ ലാലേട്ടൻ്റെ ഫ്രണ്ടിലാണല്ലോ ആ പാട്ട് പാടിയത്. എങ്ങനെയാണ് ലാലേട്ടനായിട്ടുള്ള ഒരു ഇത് പറയാം? നാവമുകുന്ന കരയെന്ന് പറയുന്ന പാട്ട് പാടി. അപ്പൊ ലാലങ്കിൾ എന്നോട് പറഞ്ഞു, നീ ഒരു താരം തന്നെ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. ലാലേട്ടൻ്റെ അങ്കിൾ എന്തൊക്കെയാ ഗിഫ്റ്റ് എന്തെങ്കിലും തന്നിരുന്നു? ഗിഫ്റ്റ് ഓണത്തിന് ഓണക്കോടി എന്നിട്ട്. ലാല അങ്കിളിൻ്റെ അടുത്തൊക്കെ പോയി പാട്ട് പാടുന്നതൊക്കെ അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് ഏടാ. ആർക്കും ഇങ്ങനെ കിട്ടാത്തൊരു അവസരമാണ് മക്കളെ കിട്ടിയത്. എന്താണ് ലാലേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു പോയിട്ട്? ഫോട്ടോ എടുത്തു. ഗ്രൂപ്പ്സിലത്തെ ഫ്രണ്ട്സ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഗ്രൂപ്പ് സോങ് ആയിരുന്നു. അപ്പൊ കയ്യില് പൂവിൻ കണ്ണിക്കുറുമ്പിൽ തൊട്ട് അതില്ലേ, അത് ഞാൻ ഒരു ദിവസം പാടിയപ്പം അത് ആ നാഗമുകുന്ദ ഹരെ ഞാൻ സിംഗിൾ ആയിട്ടാണ് പാടിയത്. അതിന് മുമ്പേ ഈ ഒരുമിച്ചുള്ള പാട്ടിനും കയ്യില് പൂവിനും. അപ്പോൾ ആ ടൈം ലാലെങ്കിൽ എല്ലാവരെയും കൂടെ അവിടുന്ന് ഈ ഫ്ലവേഴ്സ് ചാനൽ തന്നെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ലാലേട്ടൻ്റെ ഷേക്കൻ്റെ കൊടുത്തോ? എനിക്ക് പക്ഷെ ഞാൻ എടുക്കുമ്പോ കൊടുക്കാൻ പറ്റില്ല. ലിപ്സ്റ്റിക് ആയിരുന്നു. ലിപ്സ്റ്റിക് പറ്റുമെന്ന് ലാലങ്ങളിൽ നിന്ന് ഉമ്മയൊക്കെ മേടിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര അവാർഡിന് തുല്യമാണ് കേട്ടാ. മക്കൾ വലുതാവുമൊക്കെ മനസ്സിലാവും കേട്ടാ. ഇപ്പം എന്തായാലും മോള് ഭാവിയിൽ നല്ലൊരു പാട്ടുകാരിയായിട്ട് മാറട്ടെ. അപ്പോൾ ക്ലാസ്സൊക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാമല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സൊക്കെ? ഓൺലൈനിലാണോ ക്ലാസ്? ഞാൻ കമന്റ് എടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. ക്ലാസ് എടുക്കാറില്ല. ഇപ്പം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. പാട്ടല്ലാതെ ഏറ്റവും കൂടുതൽ മക്കൾ പാഷനുള്ള ഏതൊക്കെയാണ്? ഡാൻസ് ഒക്കെയാണ്. പാട്ടല്ലാതെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ്? ഡാൻസ് അങ്ങനെ എന്തെങ്കിലും? ഡാൻസ് കളിക്കും, പാട്ട് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടോ? ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടോ? ഡാൻസ് ക്ലാസ്സിന് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതുകൊണ്ട് അച്ഛനിപ്പോ രാവിലെ ഡ്യൂട്ടി, അപ്പൊ അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് എന്നെ കൂട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അതുകൊണ്ട് അച്ഛന് ടൈമില്ലാത്ത കൊണ്ട് അച്ഛന് അമ്മയ്ക്ക് ഡാൻസ് അറിയോ? അമ്മക്ക് ഡാൻസ് അറിയില്ല, പാട്ടറിയാം. ഇപ്പം എന്തായാലും മക്കള് ഭാവിയിൽ ഒരു അറിയപ്പെടുന്ന നല്ലൊരു പാട്ടുകാരിയായിട്ട് മാറട്ടെ. ഇനിയും നല്ലപോലെ പഠിക്കുക പാട്ടുകൾ. അമ്മ പറയുന്ന അതേ കണക്ക് എല്ലാം തെറ്റുകളെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ പാടി ടോപ്പ് സിംഗറിലല്ല ഇനി ഇന്ത്യയിൽ അറിയപ്പെടുന്ന നല്ലൊരു പാട്ടുകാരിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ലാസ്റ്റായിട്ട് ഒരു 4 വരി പാട്ട് നമുക്ക് വേണ്ടി പാടിക്കാം. ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി.
ഒരു കുടുംബം ഒരു കുടുംബം നദിയും കടലും ഒരു കുടുംബം ഒരു കുടുംബം നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിതർത്തും വസന്തം മലരും കിളിയും ഒരു കുടുംബം ഒരു കുടുംബം നദിയും കടലും ഒരു കുടുംബം ഒരു കുടുംബം മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്തുന്ന മാണിക്യ കുന്നേടി തുള്ളിച്ചാടും മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്തുന്ന മാണിക്യ കുന്നേറി തുള്ളിച്ചാടും. കിട്ടില്ല. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമുക്ക് കാണാം. ഓക്കെ, ടാറ്റ, ടാറ്റ, ബൈ ബൈ.